السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. صلى الله على نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വളരെ സ്നേഹമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ക്ലാസ് റൂമിൽ എത്തുന്നത്. സാധാരണ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തിരക്കുകളും അതേപോലെ ഇന്റർനെറ്റ് സംവിധാനത്തിന്റെ പരിമിതികളൊക്കെ നമുക്കറിയാം. അതൊന്നും ഇവിടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഏതായാലും ഇൻഷാ അല്ലാഹ് കുറച്ച് കാലം കൂടെ ഇവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞ് നാട്ടിൽ പോയാലും ഇൻഷാ അല്ലാഹ് ബൈലക്സിൽ പരമാവധി സമയം ശ്രദ്ധിക്കുവാനും സാന്നിധ്യം അറിയിക്കാനൊക്കെ ശ്രമിക്കാം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ഒരു പ്രോഗ്രാമിൽ പൊതുവെ ഔപചാരികത സഹോദരൻ ഞാൻ ശൈശലിനോട് പറയായിരുന്നു. ഞാനതിലെ ഒരംഗം എന്ന നിലയിൽ ഒരു ഔപചാരികതയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ സംവിധാനം നമ്മുടെയൊക്കെ കഴിവിന്റെ പരമാവധി ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബലപ്പെടുത്തേണ്ടുന്ന ഒന്ന് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഓരോ മനുഷ്യരെയും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ഓരോ രൂപത്തിലാണ്. പല നാട്ടില് ജനിച്ച ആളുകളാണ്, പല ഭാഷ സംസാരിക്കുന്നവര്, വ്യത്യസ്തമായ സംസ്കാരങ്ങളിലും ഗോത്രങ്ങളിലും വർണ്ണങ്ങളിലുമൊക്കെയുള്ള ആളുകൾ. വിശുദ്ധ ഖുർആൻ അത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെ പരസ്പരം തിരിച്ചറിയുന്നതിനു വേണ്ടിയും നിങ്ങളുടെ വിലാസം മനസ്സിലാക്കുന്നതിനു വേണ്ടിയുമാകുന്നു ഈ വൈജാത്യങ്ങളൊക്കെ അള്ളാഹു ഉണ്ടാക്കിയിരിക്കുന്നത്. സൂറത്ത് ഹുജറാത്തിൽ നമ്മൾ പഠിച്ച ഒരായത്താണ്. ഈ വിഭിന്നമായ രൂപങ്ങൾക്കും ഭാവങ്ങൾക്കും ശൈലികൾക്കുമൊക്കെ ഇടയിലും മനുഷ്യർ ഒന്നാകണം എന്ന് തന്നെയാണ് ഇസ്ലാം അവരോട് പറയുന്നത്. ഏകമാനവത അല്ലെങ്കിൽ ഏകമാനവികത എന്നൊക്കെ നമ്മൾ സാധാരണ ഉറക്കെ പറയാറുള്ള, നമ്മൾ പ്രബോധനം നടത്താറുള്ള ആശയം അതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അംബിയായില് അള്ളാഹു പറഞ്ഞ ഒരു കാര്യം നമുക്കൊക്കെ കാണാതെ അറിയുന്ന ഒരു ആയത്താണ്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പും പ്രവാചകൻ ഉൾപ്പെടെയുള്ള എല്ലാ പ്രവാചകന്മാർക്കും ഇങ്ങനെ ഒരു സന്ദേശം നൽകിയിട്ടല്ലാതെ നിങ്ങളെല്ലാവരും ഇങ്ങനെ വിഭിന്നരാണെങ്കിലും പല ഭാഷ സംസാരിക്കുന്നവരും പല ദേശക്കാരും പല ഗോത്രക്കാരും പല സ്വഭാവക്കാരും ഒക്കെ ആണെങ്കിലും ശരി, എല്ലാവരെയും കോർത്തിണക്കുന്ന ഒരു കയർ, ഒരു പാശം, ഒരു ആദർശമുണ്ട്. അത് ലോകത്തുള്ള എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹു നൽകിയ ആദർശം തന്നെയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയാണ്, താങ്കൾക്ക് മുമ്പും ഇതേ ആദർശം നൽകിക്കൊണ്ടാണ് നമ്മുടെ ദൂതന്മാർ ഈ ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ഒന്നാക്കുക എന്നുള്ള ഏറ്റവും അടിസ്ഥാനപരമായ തത്വം മനുഷ്യന്റെ എല്ലാ ഭിന്നതകളിൽ നിന്നും അവനെ മോചിപ്പിക്കുന്നതാണ്. ഈ വിഷയത്തിൽ ഒന്നായി കഴിഞ്ഞാൽ അതാണ് സത്യത്തില് ഏകമാനവികത എന്ന് പറയുന്ന ഏറ്റവും മഹത്തായ ആദർശം. അതിന് അതിൻ്റെതായ സൗന്ദര്യമുണ്ട്, അതിൻ്റെതായ വിശാലതയും മഹത്വവും പ്രകാശവുമുണ്ട്. പക്ഷെ പലപ്പോഴും ആളുകൾ അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഇസ്ലാമിനെ ഏറ്റവും വലിയ ശത്രുതയോടുകൂടിയും അത് പിന്തിരിപ്പൻ ആശയമാണ് എന്ന രൂപത്തിലുമൊക്കെയാണ് പലപ്പോഴും പുറത്തുള്ള ആളുകൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് മനുഷ്യരെല്ലാവർക്കും ഈ ഒരു പോയിന്റിൽ ഒന്നിക്കാൻ സാധിക്കും. വർഗീയതയില്ലാത്ത, വർണ്ണവിവേചനമില്ലാത്ത
കാലത്തിന്റെയോ ഭാഷയുടെയോ സംസ്കാരത്തിന്റെയോ പരിമിതികളില്ലാത്ത, അതാണ് മക്കയിലും മദീനയിലുമൊക്കെ നമ്മൾ പോകുമ്പോ പലപ്പോഴും ഹറമിന്റെ വാതിലിന്റെ അടുത്തൊരു 10-15 മിനിറ്റ് നിന്നാ മതി. എത്ര മനോഹരമായിട്ടാണ് നമുക്ക് ആ വിഷയത്തെ പഠിക്കാൻ സാധിക്കുക. എല്ലാവർക്കും ഉള്ളത് കുറഞ്ഞ വളരെ ചെറിയ ഒരു മുഖം, ചെറിയൊരു സ്ഥലത്താണ് അള്ളാഹുവിന്റെ ആ സൃഷ്ടിപയോഗത്തെ നമുക്ക് നോക്കിക്കാണാൻ കഴിയുക. എല്ലാവർക്കും ഒരു മൂക്കാണുള്ളത്, പക്ഷെ ആ മൂക്ക് വെച്ചിരിക്കുന്ന സ്ഥലവും വ്യത്യസ്തമല്ല. എല്ലാവരുടെ കണ്ണും ഇരിക്കുന്നത് ഒരേ സ്ഥലത്താണ്, എല്ലാവരുടെയും കണ്ണുകൾ. എല്ലാവർക്കും 2 ചുണ്ടുകളാണ്, അതിന് ഒരേ സ്ഥാനമാണ്. എല്ലാവർക്കും അള്ളാഹു നൽകിയിരിക്കുന്നത് ഒരേ നാസാരന്ധ്രങ്ങളാണ്, 2 ദ്വാരമുള്ള നാസാരന്ധ്രങ്ങൾ. എന്നിട്ടും ഇത്ര ചെറിയ ഒരു പ്രതലത്തിൽ എത്രമേൽ വൈജാത്യങ്ങളാണ് അള്ളാഹു ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർ വ്യത്യസ്തരാണെങ്കിലും അവരെ യോജിപ്പിക്കുന്ന ഏറ്റവും വലിയ കണ്ണിയാണ് വിശ്വാസം എന്ന് പറയുന്നത്. അതാണ് ആദർശം എന്ന് പറയുന്ന കാമ്പും കരുത്തുമുള്ള ഒരു പദമാണത്. അത് ചെറിയ ഒരു പദമല്ല. ലോകത്തുള്ള മനുഷ്യരെ മുഴുവൻ ഒരേ ചരടിലെ മുത്തുമണികളെപ്പോലെ കോർത്തിണക്കുവാൻ കഴിയുന്ന ഒരു മഹാപദാവലിയുടെ പേരാണ് ആദർശം എന്ന് പറഞ്ഞാൽ. ലോകത്തുള്ള പ്രവാചകന്മാർ അത് പ്രായോഗികമാണ് എന്ന് തെളിയിച്ച മഹാന്മാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷക്കാലം കൊണ്ട് ഈ അറേബ്യയുടെ ഭൂമികയിൽ അങ്ങനെ ഒരു സമൂഹത്തെ വളർത്തിയെടുത്തുകൊണ്ടാണ് മരിച്ചുപോയത്. അപ്രായോഗികമല്ല എന്നുള്ളത്. അപ്രായോഗികമായ ഒന്നാണെങ്കിൽ അതിന് കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തെളിയിച്ചു. അതാണ് ആദർശത്തിന്റെ വഴി. ഈ വഴിയിൽ എത്തിപ്പെടാൻ കഴിയുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായി. ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അയാൾക്കുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന ചോദ്യത്തിൽ രണ്ടാമത് ശങ്കിക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ പല ഉത്തരങ്ങൾ പറയും. പക്ഷെ ആദർശത്തിന്റെ അഴകും അലങ്കാരവും അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് രണ്ടാമതൊരു ഉത്തരത്തിന്റെ ആവശ്യമില്ല. അള്ളാഹു എനിക്ക് നൽകിയ ഈ വെളിച്ചമാകുന്നു, ഈ ആദർശമാകുന്നു, ഈ രക്ഷയുടെ വാതായനമാകുന്നു എനിക്കവൻ നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് യാതൊരു ശങ്കക്കും ഇടയില്ലാതെ പറയുവാൻ കഴിയുന്നവനാണ് വിശ്വാസി, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആന്റെ അനുയായികൾ എന്ന് പറയുന്ന ആളുകൾ. വല്ലദീന കഫറു യഅകുലൂന വയതമത്തഊന കമാ തഅകുലുൽ അൻആം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യം മനസ്സിലാകാതെ ഇതിനെ നിഷേധിച്ചുകൊണ്ട് ഈ വഴിയിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കുന്ന ആളുകൾ കന്നുകാലികളെ പോലെയാകുന്നു. അത് ഖുർആന്റെ പ്രയോഗം നോക്കൂ നിങ്ങൾ. കന്നുകാലികളെ പോലെയാകുന്നു. കന്നുകാലികളുടെ ഒരു പ്രത്യേകത, അവക്ക് ജീവിതത്തിൽ നിയമങ്ങൾ ബാധകമല്ല. ജീവിതത്തിൽ നിയമങ്ങൾ ബാധകമല്ലാത്ത ഒരു വർഗമാകുന്നു കന്നുകാലികൾ, നാൽക്കാലി മൃഗങ്ങൾ. അവക്ക് നിർദ്ദേശങ്ങളില്ല. ഇന്ന കാര്യമേ ചെയ്യാവൂ, ഇന്ന കാര്യം ചെയ്യരുത് എന്ന നിർദ്ദേശം അവക്കില്ല. ഇതേപോലെ ഈ കന്നുകാലികളുടെ ജീവിതത്തിന് സമാനമായ ജീവിതം നയിക്കുന്ന ആളുകളാകുന്നു ഈ ആദർശത്തെ നിഷേധിക്കുന്ന ആളുകൾ. അള്ളാഹുവിനെ അംഗീകരിക്കാത്ത, പരലോകത്തെ തിരിച്ചറിയാത്ത, വിശുദ്ധ ഖുർആനെ വെളിച്ചമായി മനസ്സിലാക്കാത്ത, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങൾക്ക് വേണ്ടിയുള്ള ദൂതനായി അംഗീകരിക്കാത്ത മനുഷ്യരുടെ അവസ്ഥ. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മൾ അതിൽ നിന്ന് മുക്തരായ ആളുകളാണ്. ഒരു 60-70 വയസ്സ് പ്രായം കാലഘട്ടം മാത്രമാണ് നമുക്ക് അള്ളാഹു ഈ ഭൂമിയിൽ അനുവദിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ സമൂഹത്തിന്റെ ആയുസ് 60-70 ഇടയിലാണ്. അതിന്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ഒരു 65 വയസ്സ് കൂട്ടാം. അതും യാതൊരു തടവുമില്ലാതെ തട്ടുമില്ലാതെ ദണ്ണങ്ങളും ദീനവും വരാതെ മര്യാദക്ക് മുന്നോട്ട് പോവുകയാണെങ്കിലാണ് സുഖമായി ജീവിക്കാൻ സാധിക്കുക. അതിനിടയിൽ എന്തും സംഭവിക്കാം. അതിൽ തന്നെ മനുഷ്യന്റെ ബാല്യവും കൗമാരവും യൗവനത്തിന്റെ പകുതി ഭാഗവും അവൻ ഉപയോഗിക്കുന്നത്
കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കാനാണ്, വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി ജീവിതം തുടങ്ങുമ്പോഴത്തേക്ക് ഒരുപക്ഷെ അവനറിയാതെ അവന്റെ യൗവനം പോലും കഴിഞ്ഞിട്ടുണ്ടാവും. വാർദ്ധക്യം നമ്മൾ അറിയാതെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. എപ്പോഴാണ് കൗമാരവും ബാല്യവും പിന്നിട്ടത് എന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന ഈ ക്ലാസ് റൂമിലിരിക്കുന്ന സഹോദരന്മാർ ഒരു നിമിഷം ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും. നമ്മുടെയൊക്കെ ബാല്യവും കൗമാരവും പലരുടെയും യൗവനവും ഒക്കെ ഓർമ്മയായി മാറിക്കഴിഞ്ഞു. ഒരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയാത്ത, എന്നാൽ നമ്മുടെ മനസ്സിൽ നമ്മൾ ഇപ്പോഴും ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ജീവിതത്തിലെ പച്ച പിടിച്ച നിമിഷങ്ങളാണ് ഈ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞ. ഞാൻ എന്നും അതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിൽ വന്ന കമന്റുകൾ അതിന്റെ മാധുര്യത്തെക്കുറിച്ചാണ്, നഷ്ടബോധത്തെക്കുറിച്ചാണ്, മനോഹരമായ ഓർമ്മകളെ കുറിച്ചാണ് പലരും പങ്കുവെച്ചത്. അപ്പൊ നഷ്ടപ്പെട്ടത് ഒരിക്കലും തിരിച്ചു കിട്ടുകയില്ല. പിന്നീട് അതൊക്കെ അറിയാതെ അങ്ങ് പോകും. പിന്നെ നമുക്കുണ്ടാവുക ഏറിപ്പോയാൽ ഒരു 20 25 വർഷമാകും. അതിനിടയിൽ നമ്മൾ ലക്ഷ്യത്തിലേക്കുള്ള കുതിപ്പിലാണ്. ഈ ലക്ഷ്യത്തിലേക്കുള്ള കുതിപ്പിനിടയിൽ നമ്മളറിയാതെ ഒരു നിമിഷം അള്ളാഹുവിന്റെ വിധി നമ്മളെ തേടി വരും. വളരെ ചുരുങ്ങിയ ആയുസ്സുമായി ബന്ധപ്പെട്ടുള്ള ചിന്ത ഒരു സത്യവിശ്വാസിയെ എപ്പോഴും പിടിച്ചുലക്കേണ്ടുന്ന, എനിക്കിനി എത്രയുണ്ട്, ചുറ്റുപാടുകളിൽ നിന്ന്, സഹപ്രവർത്തകരിൽ നിന്ന്, സഹോദരന്മാരിൽ നിന്ന്, ബന്ധുമിത്രാദികളിൽ നിന്ന് ഓരോ ആളുകൾ മരിച്ചു പോകുമ്പോഴും ഓരോ മരണവും ജീവിച്ചിരിക്കുന്ന ആളുകൾക്കുള്ള വലിയ ഗുണപാഠങ്ങളാണ്, നമുക്കുള്ള ചിന്തയാണ് നൽകേണ്ടത്. ഇമാം ഗസാലി റഹിമഹുല്ല പറഞ്ഞ ഒരു സാരോപദേശ കഥയുണ്ട്, നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുള്ള. വന്യമൃഗത്തിന്റെ മുമ്പിൽ ചെന്ന് പെട്ട ഒരു യാത്രക്കാരൻ, അയാൾ ജീവനും കൊണ്ട് രക്ഷപ്പെടുന്നതിന് വേണ്ടി ജീവനും കൊണ്ട് ഓടുന്ന സമയത്ത് അയാൾ ഒരു കിണറ്റിൽ ചെന്ന് വീഴുന്ന ഒരു സാരോപദേശ കഥ ഇമാം ഗസാലി റഹിമഹുല്ലയെ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ ഇത് വായിക്കാൻ സാധിക്കും. അങ്ങനെ ആ കിണറ്റിലേക്ക്, ആ പൊട്ടൻ കിണറ്റിലേക്ക് വീഴുന്നതിനിടയിൽ അയാൾക്കൊരു പിടിവള്ളി, താൽക്കാലികമായ ഒരു രക്ഷ, താഴോട്ട് പോകുന്ന ആ പോക്കിൽ താൽക്കാലികമായ ഒരു പിടിവള്ളി കിട്ടുകയാണ്. ആ പിടിവള്ളിയിൽ അയാൾ പിടിച്ചു നിൽക്കുന്നു. ആ പിടിവള്ളിയിൽ പിടിച്ചുകൊണ്ട് കിണറ്റിന്റെ താഴോട്ട് നോക്കുന്ന സമയത്ത് അയാൾ കാണുന്നത് ആ കിണറ്റിന് താഴെ ഇഴഞ്ഞു നീങ്ങുന്ന സർപ്പങ്ങളെയാണ്. മുകളിൽ വന്യമൃഗം തന്നെ ആക്രമിക്കുന്നതിന് വേണ്ടി പല്ലൊളിച്ചുകൊണ്ട് കാത്തു നിൽക്കുകയാണ്. അങ്ങനെ ആ വള്ളിയത, അദ്ദേഹത്തിന്റെ ഏകരക്ഷാമാർഗമായ വള്ളിയുടെ ഒരു ഭാഗം കറുത്തതും വെളുത്തതുമായ 2 എലികൾ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നു. ഏത് സമയവും അദ്ദേഹം താഴോട്ട് പതിക്കാൻ സാധ്യതയുണ്ട്. ഈ മനുഷ്യൻ ആകെയുള്ള രക്ഷയുടെ തുരുമ്പായ, രക്ഷയുടെ ആകെയുള്ള ആശ്വാസമായ ഈ പിടിവള്ളി കറുപ്പ് നിറവും വെളുപ്പ് നിറവുമുള്ള എലികൾ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര ഭയത്തോടു കൂടിയായിരിക്കും ആ മനുഷ്യന്റെ നിമിഷങ്ങൾ മുന്നോട്ട് പോകുക? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഈ സമയത്ത് ഹൃദയം പൊട്ടിത്തകർന്നു പോകുന്ന ഭയത്തോടുകൂടി ആ പിടിവള്ളിയിൽ പിടിച്ചു നിൽക്കുന്ന ആ നിമിഷത്തിനിടയിലാണ് അദ്ദേഹത്തിന്റെ ചുണ്ടിലേക്ക് മുകൾ ഭാഗത്ത് നിന്ന് ഇങ്ങനെ തേനിന്റെ തുള്ളികൾ ഇങ്ങനെ ഇറ്റി വീഴുന്നത്. കാടാകുമ്പോൾ മരങ്ങൾക്ക് മുകളിൽ തേനീച്ചക്കൂടുകൾ ഉണ്ടാവും. അപ്പൊ ആ തേനീച്ചക്കൂട്ടിൽ നിന്നോ മറ്റേതെങ്കിലും സ്രോതസ്സിൽ നിന്നോ തേൻ തുള്ളികൾ അയാളുടെ അധരങ്ങളിലേക്ക് ഇറ്റി വീഴുകയാണ്. ആ മനുഷ്യൻ ആ തേൻ തുള്ളികളുടെ മാധുര്യം ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ ആ പിടിവള്ളിയിൽ കഴിഞ്ഞുകൂടുന്ന അവസ്ഥ നമ്മളിങ്ങനെ മനസ്സിൽ കണ്ടുനോക്കൂ. ഇതേപോലെയാകുന്നു. എത്ര നൈമിഷികമാണ്, എത്ര നിസ്സാരമാണ്. അപ്പോ വളരെ കുറച്ചു സമയമാണ് അള്ളാഹു നമുക്ക് അനുവദിച്ചിരിക്കുന്നതാണ്. ഈ സമയത്തെ എങ്ങനെ സാർത്ഥകമായി ഉപയോഗപ്പെടുത്താം എന്നിടത്താണ് ഇസ്ലാഹി പ്രവർത്തനത്തിന്റെയും പ്രബോധനത്തിന്റെയും ഈ മേഖലയിലൊക്കെ നമ്മൾ ചെയ്യുന്ന സേവനത്തിന്റെയും പ്രാധാന്യം കടന്നു വരുന്നത്. ഏത് സമയവും ഒരു തിരിച്ചുവിളി
നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ നമ്മെ തേടി വരാൻ സാധ്യതയുണ്ട്. അതിനിടയിൽ വളണ്ടറി ആയിട്ട് നമ്മൾ ചെയ്യുന്ന സംഘടനാ പ്രവർത്തനം എന്നൊക്കെ പറയുന്നത് ഈ ഒരു ചെറിയ സമയത്തിനിടയിൽ നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു വളണ്ടറി വർക്കാണ്. ആരും നമുക്കതിനു വേണ്ടി ശമ്പളം തരുന്നില്ല. നമ്മളെ ഒരു സംഘടനാ പ്രവർത്തകനാകാത്തത് കൊണ്ടോ, പ്രബോധകനാകാത്തത് കൊണ്ടോ, ഭാരവാഹിയാകാത്തത് കൊണ്ടോ, മെമ്പറാകാത്തത് കൊണ്ടോ, ഖുർആൻ ലേണിംഗ് സ്കൂളിലെ പഠിതാവാകാത്തത് കൊണ്ടോ നമ്മുടെ മേലിൽ ഇവിടത്തെ ഏതെങ്കിലും അധികാരികള് നടപടിയെടുക്കാനൊന്നും പോകുന്നില്ല. നമ്മൾ ചിന്തിക്കേണ്ടത് അതാണ്. ഒരു സന്നദ്ധ പ്രവർത്തനം ആർക്കു വേണ്ടിയാണ് നമ്മൾ നടത്തുന്നത് എന്നുള്ളത്. അത് നമുക്ക് വേണ്ടി തന്നെയാണ്. എല്ലാം കഴിഞ്ഞ് എന്റെ എല്ലാ തിരക്കുകളും അവസാനിച്ച് എനിക്ക് ഈ പ്രവർത്തനത്തിലൊക്കെ കണ്ണിയാകാം എന്ന് ഒരാൾ വിചാരിക്കുന്നുവെങ്കിൽ അയാൾക്ക് ജീവിതത്തിൽ അതിന് കഴിയില്ല. ജീവിതത്തിൽ കഴിയുകയില്ല. പലപ്പോഴും പലരെയും കാണുമ്പോൾ നമ്മൾ പരസ്പരം ചോദിക്കാറുണ്ട്, ഇന്ന സ്ഥലത്ത് നിന്നെ കാണുന്നില്ലല്ലോ, മറ്റേ പരിപാടി കണ്ടില്ലല്ലോ, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് എന്തേ വരാതിരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ സാധാരണ പറയാറുള്ള മറുപടി സമയമില്ല എന്നുള്ളതാണ്. അമേരിക്കൻ പ്രസിഡന്റിനും ആദിവാസി ബാലനും ഒക്കെയുള്ളത് 24 മണിക്കൂർ തന്നെയാണ്. അതിനിടയിലാണ് അവരെല്ലാവരും വ്യത്യസ്തമായ മേഖലയിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ എല്ലാം കഴിഞ്ഞ് ഒന്നിനും സമയമുണ്ടാവുകയില്ല. അപ്പോഴേക്ക് നേരത്തെ പറഞ്ഞ പോലെ പിടിവള്ളി കാർന്നു നിന്ന എലികൾ എത്ര വേഗത്തിലാണോ ആ മനുഷ്യനെ അപകടത്തിലേക്ക് തള്ളിവിടുന്നത്, അതേപോലെ ജീവിതത്തിലെ മധുരങ്ങൾ നമ്മളറിയാതെ നമ്മുടെ സമയത്തെ അപഹരിച്ച് നമ്മുടെ ജീവിതം അവസാനിക്കുന്ന ഒരവസ്ഥക്ക് മുമ്പായി സഹോദരന്മാരെ ആദർശരംഗത്ത് നമ്മുടെ സേവനങ്ങൾ അർപ്പിക്കുവാൻ കൂടി നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. മതമെന്ന് പറഞ്ഞാൽ കുറെ ആരാധനാകർമ്മങ്ങൾ മാത്രം അടങ്ങിയതല്ല. ഇസ്ലാം എന്ന് പറയുന്നത് കർമ്മങ്ങളോ മറ്റെന്തെങ്കിലും ആഹഭാവാദികളോ മാത്രം ഉൾക്കൊള്ളുന്നൊരു മതമല്ലല്ലോ. കർമ്മങ്ങളുണ്ട് ഇസ്ലാമിൽ. ചിട്ടകളും പ്രവർത്തനങ്ങളും നിർബന്ധമായി നാം ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെയുണ്ട്. അതിനപ്പുറം ഒരു ബാധ്യത എന്ന നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഏൽപ്പിച്ച ഒരു ബാധ്യത എന്ന നിലയിൽ ഒരു വസിയത്താണ്. വാപ്പ മരിക്കുമ്പോൾ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞൊരു വസിയത്ത്. അപ്പൊ മക്കള് വാപ്പ മരിക്കുമ്പോ പറഞ്ഞ വാപ്പാന്റെ അവസാനത്തെ വസിയത്താണ്. വാപ്പയോട് സ്നേഹമുള്ള മക്കളൊക്കെ അത് കഴിവിന്റെ പരമാവധി പ്രയോഗവൽക്കരിക്കാനും തങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അത് നടപ്പിലാക്കാനും ശ്രമിക്കും. ഹജ്ജത്തുൽ വദാഇൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ വസിയത്താണത്. വസിയത്താണ്. പ്രവാചക തിരുമേനിയോട് സ്നേഹമുണ്ട് എന്ന് പറയുന്ന ഒരാൾ അടിസ്ഥാനപരമായി നിർവഹിക്കേണ്ട ബാധ്യതയാണ് ആ പ്രവാചകനോട് സ്നേഹമുണ്ട് എന്ന പ്രഖ്യാപനത്തെ സാധൂകരിക്കുന്നതിന് അയാൾ നിർബന്ധമായും ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് ആദർശ വീതിയിലുള്ള അയാളുടെ സേവനം എന്ന് പറഞ്ഞാൽ. അതൊരു ഔദാര്യമല്ല. അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ കടമ പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് നമ്മുടെ കണക്ക് പുസ്തകത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയണമെങ്കിൽ സഹോദരന്മാരെ ഒരിക്കലും നഷ്ടമാകാത്ത രൂപത്തിൽ നമ്മൾ നമ്മുടെ സേവനം ഇവിടെ അർപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ തഖ്വയുണ്ടാകുവാൻ, ജീവിതത്തിൽ ഒരടുക്കും ചിട്ടയും ഉണ്ടാകുവാൻ, അലസത മാറിക്കിട്ടുവാൻ, ജീവിതത്തിൽ തവക്കുൽ ബോധമുണ്ടാകുവാൻ, ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ നമുക്ക് അവസരമുണ്ടാകുവാൻ. അബൂ മുസൽ അശ്ശരിയോട് ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊത്ത് ഇസ്ലാമികമായ ജീവിതവും അതേപോലെ തന്നെ പലായനവും യുദ്ധവും പോരാട്ടങ്ങളും ഒക്കെ നമുക്ക് പ്രതിഫലമായി തീരുകയില്ലേ? പരലോകത്ത് അള്ളാഹു നമ്മുടെ കണക്ക് പുസ്തകത്തിൽ അതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടായി നമുക്കത് ലഭിക്കുകയില്ലേ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു അബൂ മുസൽ അശ്ശരിയോട് ചോദിക്കുന്ന ഒരു രംഗം വിശദീകരിക്കുന്നുണ്ട്. അബൂ മുസൽ അശ്ശരി പറയുന്നത്, ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നാം അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു, സമരം ചെയ്തു, നോമ്പനുഷ്ഠിക്കുകയും നമസ്കരിക്കുകയും ചെയ്തു, അതേപോലെ തന്നെ ധാരാളം നന്മകൾ പ്രവർത്തിച്ചു. നമ്മിലൂടെ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അതാണ്, ഇസ്ലാമിലേക്ക് കടന്നു വന്നു. നമസ്കരിക്കാത്ത ഒരു മനുഷ്യൻ നമസ്കരിക്കുക,
മദ്യപിക്കുന്ന ഒരു മനുഷ്യൻ ആ മദ്യപാനം അവസാനിപ്പിക്കുക, കുടുംബ ബന്ധങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും കൽപ്പിക്കാത്ത, അതിന്റെ വിലയറിയാത്ത മനുഷ്യൻ, നമ്മൾ കാരണമായി അയാളുടെ കുടുംബ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുക, സാമ്പത്തിക രംഗത്ത് യാതൊരു സൂക്ഷ്മതയുമില്ലാത്ത ഒരാൾ അയാളുടെ സാമ്പത്തിക വിനിയോഗത്തിൽ ഒന്ന് ചിന്തിക്കാൻ തയ്യാറാവുക. ഇങ്ങനെ ഇസ്ലാമിന്റെ യഥാർത്ഥമായ വഴിയിലേക്ക് ആളുകൾ എത്തിപ്പെടുന്നതിന് വേണ്ടി ഒരുപക്ഷെ നമ്മുടെ ഏതെങ്കിലും ഒരു പ്രവർത്തനം പ്രത്യക്ഷമോ പരോക്ഷമോ ആയി നമ്മളറിയില്ല. നമ്മുടെ ശാഖയിൽ നമ്മൾ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടി നമ്മൾ പ്രസംഗിക്കുന്നില്ല. പക്ഷേ ആ പ്രസംഗം ഇരുട്ടിന്റെ മറവിൽ ഇരുന്നു കൊണ്ട് നല്ല ഹൃദയമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ കേട്ട് അയാൾക്കൊരു മാറ്റം ഉണ്ടായാൽ മതി. നമ്മൾ അറിയുകയില്ല, ഒരുപക്ഷെ ആ മനുഷ്യനെ ജീവിതത്തിൽ നമ്മൾ കാണുക പോലുമില്ല. നമ്മൾ എഴുതിയ ഒരു ലേഖനമോ നമ്മൾ സംഘടിപ്പിച്ച ഒരു പരിപാടിയോ നമ്മൾ അംഗമായി പോയ ഒരു ദഅവാ സ്ക്വാഡോ ആരുടെയെങ്കിലുമൊക്കെ മനസ്സിൽ ഒരു മാറ്റത്തിന് തിരികൊളുത്തിയിട്ടുണ്ടെങ്കിൽ അതാണ് സത്യത്തിൽ നമുക്കുള്ള സമ്പാദ്യമെന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അബൂ മുസ്ലിം അശ്ശരി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇതാണ്: നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്തു, നമസ്കരിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും ചെയ്തു, നന്മകൾ പ്രവർത്തിച്ചു. നമ്മിലൂടെ ഒരുപാട് മനുഷ്യന്മാർ ഇസ്ലാമിന്റെ യഥാർത്ഥമായ വഴി മനസ്സിലാക്കുകയും അങ്ങോട്ട് കടന്നു വരികയും ചെയ്തു. അതിനെല്ലാം നമ്മൾ പ്രതിഫലം പ്രതീക്ഷിക്കുന്നതാണ്. ആ പ്രതീക്ഷയാണ്. എന്തുണ്ട് പ്രതീക്ഷിക്കാൻ നമുക്ക് പ്രതീക്ഷിക്കാൻ? നമ്മൾ രാത്രി മലർന്നു കിടന്നുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അബൂ മുസ്ലിം അശ്ശരി പറഞ്ഞ ഈ മറുപടി മുഖവിലക്ക് എടുത്തു വെച്ചുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ എന്തുണ്ട്? ഇത് കേട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം ഒരു കുഞ്ഞിനെ പോലെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അദ്ദേഹം ആ പ്രതിഫലം ലഭിക്കുകയും അങ്ങനെ നേട്ടകോട്ടങ്ങളില്ലാതെ അള്ളാഹുവിന്റെ മുമ്പിൽ എത്തുവാൻ അള്ളാഹു സഹായിക്കുകയും ചെയ്തെങ്കിൽ മതിയായിരുന്നു എന്ന് ഉമർ റളിയല്ലാഹു അൻഹു അവസാനമായി പറയുന്നുണ്ട്. പ്രതീക്ഷയാണ്. പ്രതിഫലം തരേണ്ടവൻ പടച്ചവനാണ്. പക്ഷേ പടച്ചവനെ എനിക്ക് നിന്റെ മുമ്പിൽ സമർപ്പിക്കുവാൻ ഏതാനും ചില കാര്യങ്ങളെങ്കിലുമുണ്ട്. ഒരു നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജുമൊക്കെ ഒരാൾ ഇസ്ലാമിൽ മെമ്പർഷിപ്പ് കിട്ടുന്നതിന് അയാൾ അടിസ്ഥാനപരമായി ചെയ്യേണ്ട കാര്യമാണ്. 5 സമയം കൃത്യമായി ഒരാൾ പള്ളിയിൽ പോയി നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു എക്സ്ട്രാ ക്വാളിഫിക്കേഷൻ അല്ല. അത് ഇസ്ലാമിൽ അയാള് മെമ്പറാകണമെങ്കിൽ അയാൾക്കുണ്ടാകേണ്ട മിനിമം ക്വാളിഫിക്കേഷനാണ്. മറിച്ച് അങ്ങനെ ചെല്ലുന്നവർക്ക് മാത്രമേ മുസ്ലിം എന്ന മേൽവിലാസത്തിൽ അള്ളാന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയുള്ളൂ. പിന്നെ എന്തുണ്ട് പ്രത്യേകമായി സമർപ്പിക്കാൻ എന്നിടത്താണ് സഹോദരന്മാരെ ആദർശരംഗത്തുള്ള നമ്മുടെ സേവനങ്ങൾ നമ്മൾ വലുതായി കാണേണ്ടത്. അള്ളാഹുവിനോട് നമുക്ക് ബാധ്യതയുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബാധ്യതയുണ്ട്, മുസ്ലിങ്ങളോട് ബാധ്യതയുണ്ട്. അതിനു പുറമെ എല്ലാ മനുഷ്യരോടും നമുക്ക് ബാധ്യതയുണ്ട്. മനുഷ്യർക്കപ്പുറം ഈ ഭൂമിയിലുള്ള മുഴുവൻ ജന്തുജാലങ്ങളോടും ജീവിവർഗങ്ങളോടും നമുക്ക് ബാധ്യതയുണ്ട്. ഇങ്ങനെ 5 ബാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ടെന്നുള്ള 5 തരം ബാധ്യതകളാണ്. അള്ളാഹുവോടുള്ള ബാധ്യത ഒന്നാമതായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബാധ്യത രണ്ടാമതായി. അതിൽപ്പെട്ട ഒരു ബാധ്യതയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. സഹോദരന്മാർ എന്ന നിലയിൽ മുസ്ലിം സമൂഹത്തോട് പ്രത്യേകിച്ചുള്ള ബാധ്യതയുണ്ട്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, അവർ സഹോദരങ്ങളാകുന്നു, ഏകോദര സഹോദരങ്ങളാകുന്നു. ലോകത്തുള്ള മതവും ജാതിയും വർഗവും വർണ്ണവും നോക്കാതെ മനുഷ്യർ എന്ന നിലയിൽ എല്ലാ മനുഷ്യരോടും നമുക്ക് ബാധ്യതയുണ്ട്. സ്നേഹവും കരുണയും ദയയും പരസ്പര ബഹുമാനവും ആദരവും ഒക്കെ നമ്മൾ എല്ലാ മനുഷ്യർക്കും വകവെച്ചു കൊടുക്കണം. അതിനുമപ്പുറം ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളോടും ബാധ്യതയുണ്ട്. ഇങ്ങനെയാണ്, എല്ലാ ജീവജാലങ്ങളോടും ബാധ്യതയുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പല രൂപത്തിലും പല ഭാവത്തിലും പല ശൈലിയിലുമൊക്കെ മനുഷ്യന്റെ രക്തഗ്രൂപ്പ് പോലും അവന്റെ സ്വഭാവം നിർണയിക്കുന്നുവെന്നാണ്. ആദർശ വീതിയിൽ നിൽക്കുന്ന ഒരാൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. മനുഷ്യന്മാരൊക്കെ അള്ളാഹു ഒരേമാതിരി സൃഷ്ടിച്ചിട്ടില്ല.
താൻ സമൂഹത്തിലിറങ്ങി തന്റെ ബാധ്യതകൾ നിർവഹിക്കുന്ന സമയത്ത് ഈ വൈജാത്യങ്ങളെല്ലാമുള്ള സമൂഹത്തെയാണ് താൻ നേരിടേണ്ടി വരിക. അങ്ങനെയുള്ള സമൂഹത്തെയാണ് കാണേണ്ടി വരിക. അവന്റെ രക്തഗ്രൂപ്പ് പോലും അവന്റെ സ്വഭാവത്തിൽ വൈജാത്യം ഉണ്ടാക്കുന്നു എന്നാണ്. ആദർശം മുറുകെ പിടിക്കുമ്പോഴും ആദർശത്തിന് വേണ്ടി നിലകൊള്ളുമ്പോഴും ഏറ്റവും വലിയ ആദർശവാദിയായി പ്രവർത്തിക്കുമ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, അംഗീകരിക്കേണ്ട ഒരു കാര്യം, മനുഷ്യന്മാർക്കിടയിൽ വിവിധ സ്വഭാവക്കാരുണ്ട്, പല രൂപത്തിൽ പെരുമാറുന്ന ആളുകളുണ്ട്. എല്ലാവരും ഒരേപോലെയല്ല. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ സൃഷ്ടിയായ സൂര്യൻ, അവന്റെ ഭൂമിയിലുള്ള മണ്ണ്, ഒരേ സൂര്യൻ ഒരേ മണ്ണിൽ വെളിച്ചം നൽകി ആകാശത്തുനിന്ന് വർഷിക്കുന്ന ഒരേ മഴ പെയ്തുകൊണ്ട് ഭൂമിയിൽ നിന്ന് മുളച്ചു പോകുന്നത് പലതരത്തിലുള്ള ചെടികളാണെന്ന്. ആ പലതരത്തിലുള്ള ചെടികളിൽ കായ്ക്കുന്നത് പലതരത്തിലുള്ള പഴവർഗ്ഗങ്ങളാണ്. അവയിൽ നിന്ന് പുഷ്പിച്ചു പുറത്തേക്ക് വരുന്നത് പല വർണ്ണങ്ങളും പല ഗന്ധങ്ങളുമുള്ള പുഷ്പങ്ങളാണ്. ഇത് അള്ളാഹുവിന്റെ സിബഅത്തല്ലാ, അള്ളാഹുവിന്റെ വർണ്ണപ്രപഞ്ചം എന്നൊരു പ്രയോഗം ഖുർആനിൽ. പക്ഷികളെ കുറിച്ച് പോലും ചിന്തിക്കാൻ പറഞ്ഞില്ലേ, ചുറ്റുപാടിലേക്ക് നോക്കാൻ പറഞ്ഞില്ലേ. ഈ വൈജാത്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഏകശിലാരൂപം ഒരിക്കലും മനുഷ്യ സമൂഹത്തിനില്ല. വലൗ ശാഅ റബ്ബുക ലജഅല الناس ഉമ്മതൻ വാഹിദ. വിശുദ്ധ ഖുർആൻ പറയും, അള്ളാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ മനുഷ്യന്മാരെല്ലാം ഒരച്ചിൽ കോർത്ത് പോലെ സൃഷ്ടിക്കുവാൻ അള്ളാഹ്ക്ക് കഴിയാഞ്ഞിട്ടൊന്നല്ല. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ പ്രത്യേകത തന്നെയാണ് ഈ വൈജാത്യങ്ങൾ. ആ വൈജാത്യങ്ങളിലും പടച്ചോൻ പറഞ്ഞു കൊടുത്തതാ, നിങ്ങൾക്ക് ഈ ഒരു പോയിന്റിൽ ഒന്നിക്കാം. അത് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നമുക്കുള്ളൂ. ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിന്റെ ബലാത്കാരമില്ല. വലൗ ശാഅ റബ്ബുക ലജഅല الناس ഉമ്മതൻ വാഹിദ വലാ യസാലൂന മുഖ്തലിഫീൻ. മനുഷ്യന്മാര് ഇങ്ങനെ പല ചേരിയിലായിക്കൊണ്ടേയിരിക്കും, പല തരത്തിലായിക്കൊണ്ടിരിക്കും, അവരിങ്ങനെ ഭിന്നിച്ചുകൊണ്ടിരിക്കും എന്നത് വിശുദ്ധ ഖുർആന്റെ സാക്ഷ്യമാണ്. അപ്പൊ സ്വന്തം കാഴ്ചപ്പാട് അംഗീകരിക്കാത്തവരൊക്കെ ശത്രുക്കളാവുക. ഞാൻ പറയുന്നത് മാത്രം, ഞാൻ എന്ന പ്രയോഗം സത്യത്തിൽ അഹംഭാവത്തിന്റെ പ്രതീകമാണെന്ന്. ഈ ക്രിസ്തുമത വിശ്വാസികൾ ഉപയോഗിക്കുന്ന കുരിശിന്റെ ഒരു തത്വശാസ്ത്രപരമായ വശം സാധാരണ പറയാറുള്ളത്, ഞാൻ അതിന്റെ നേർക്കുനേരുള്ള കാര്യമല്ല പറയുന്നത്, അതിനെ തത്വശാസ്ത്രപരമായി ക്രൈസ്തവ ചിന്തകന്മാർ വിശദീകരിക്കാറുള്ള ഒരു ഭാഗം, ഐ എന്ന് പറയുന്ന ഭാവത്തെ അത് കട്ട് ചെയ്യുന്നതാണ്. ഇംഗ്ലീഷിൽ ഐ എന്ന് എഴുതിയിട്ട് അതിനങ്ങോട്ട് കട്ട് ചെയ്താൽ ഒരു കുരിശ കിട്ടുക. ഞാനെന്ന ഭാവത്തെ ഇല്ലാതാക്കുന്ന ഒന്നാകുന്നു എന്ന് പറയാറുണ്ട്. ഞാനെന്ന ഭാവം ഒരിക്കലും തന്നെ ആദർശവീതിയിൽ നിലകൊള്ളുന്ന ഒരാൾക്ക് ഉണ്ടാവാൻ പാടില്ല. അത് ഏറ്റവും വലിയ പ്രശ്നമായി അയാളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന ഒന്നാകുന്നു. അതുകൊണ്ടാണ് ശൈലി ഏറ്റവും പ്രധാനമാണ് എന്ന് നമ്മൾ പറയുന്നത്. അള്ളാഹു വിഭിന്നരായി സൃഷ്ടിച്ച, അള്ളാഹു വൈജാത്യത്തോടുകൂടി ഈ ഭൂമിയിൽ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന അവന്റെ സൃഷ്ടികൾക്കിടയിൽ ആ വൈജാത്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ തന്റെ വിശ്വാസം പറയുവാനും പകർന്നു കൊടുക്കുവാനുമുള്ള സ്വാതന്ത്ര്യം അത് നൽകിയിട്ടുണ്ടെന്നുള്ള. പ്രത്യേകിച്ച് നമ്മളൊക്കെ ജീവിക്കുന്ന പ്രദേശങ്ങളിൽ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ, നമ്മൾ സാധാരണ ആലങ്കാരികമായി പറയാറുള്ള വാക്കാ, പക്ഷേ കറക്റ്റാണത്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഇത് തുറന്നു പറയുവാനുള്ള സ്വാതന്ത്ര്യം നിലനിൽക്കുന്നില്ല. അത് ഇല്ലാതാക്കുന്ന, ലോകത്ത് ഞാനാണ് നിങ്ങളുടെ റബ്ബ്, അന റബ്ബുക്കുമുൽ അഅ്ലാ എന്ന് പറഞ്ഞ വേറൊരു മനുഷ്യനെ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടില്ല, ഫിറഔൻ അല്ലാതെ. വിശുദ്ധ ഖുർആന്റെ ഓരോ അക്ഷരങ്ങൾ വെക്കാനുള്ള സ്ഥലവും എത്ര വിലപ്പെട്ടതാ. ആ ഖുർആനില് ഫിറഔന്റെ പേര് എത്ര സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. എന്തിനാണത്? നരകാവകാശി, രാവിലെയും വൈകുന്നേരവും നരകം പ്രദർശിപ്പിക്കപ്പെടുമെന്ന് അള്ളാഹു പറഞ്ഞ, നരകാവകാശിയാണെന്ന് ഇസ്ലാം പരിചയപ്പെടുത്തിയ, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായി ചരിത്രം അംഗീകരിച്ചിട്ടുള്ള ഫിറഔന്റെ പേര് ഖുർആനിൽ കുറെ സ്ഥലത്തുണ്ട്. വിലപ്പെട്ട ഖുർആന്റെ സ്പേസുകൾ അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. എന്തിനാ? അങ്ങനെ ആവാതിരിക്കാനാണ്. ആ ഫിറഔന്റെ അടുത്തേക്ക്
വലാ തനിയാ ഫീ ദിക്രി. സൂറത്ത് ത്വാഹയിൽ അല്ലാഹു മൂസാ നബി അലൈഹി സ്വലാമിനോട് പറയുന്നതാണ്, നിങ്ങൾ പോകൂ, ഇദ്ഹബാ ഇലാ ഫിർഔന ഇന്നഹു തആ, നിങ്ങൾ രണ്ടാളും പോകൂ അവന്റെ അടുത്തേക്ക്, അവനോട് പോലും നിങ്ങൾ സംസാരിക്കേണ്ടത് ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശ, മയത്തിൽ സംസാരിക്കാൻ, സ്നേഹത്തോടുകൂടി സംസാരിക്കുവാൻ, ഗുണകാംക്ഷയോടുകൂടി കാര്യങ്ങൾ പറയുവാനാ പറഞ്ഞു. പോക്കിരിടം കാണിക്കാനല്ല. ആദർശം എന്ന് പറയുന്നത് ഉന്നതമായ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഭൂമിയിൽ അള്ളാഹു മനുഷ്യർക്ക് നൽകിയ ഏറ്റവും മഹോന്നതമായ ഒരു സമ്മാനമാണത്. അത്ര ഉന്നതമായ ഒരു കാര്യം ആളുകളോട് പറയേണ്ടതും ഏറ്റവും ഉന്നതമായ സ്വഭാവത്തിലും ഉന്നതമായ ശൈലിയിലുമായിരിക്കണം, അലിവോടുകൂടിയായിരിക്കണം, ആദരവോടുകൂടിയായിരിക്കണം, ഹൃദയത്തിൽ നിന്നായിരിക്കണം വരേണ്ടതെന്നാണ്. ഹൃദയത്തിൽ നിന്ന് വരാതെ വാക്കുകൾ കൊണ്ട് ഒച്ചപ്പാടുണ്ടാക്കുന്ന വർത്തമാനങ്ങൾക്ക് ഒരിക്കലും ആത്മാർത്ഥത ഉണ്ടാവുകയില്ല. മനുഷ്യന്മാരുടെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ ഈ ശിർക്കൻ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ അവരുടെ ശരീരത്തിലല്ലുള്ളത്. മനുഷ്യന്മാരുടെ മനസ്സിലാണ് ശിർക്കും അന്ധവിശ്വാസവും ഖുറാഫാത്തും കുഫറുമൊക്കെ ഉള്ളത്. അതുകൊണ്ട് മനസ്സിനോട് സംവദിക്കേണ്ടുന്ന ശൈലിയുണ്ട്. അത് മനസ്സിൽ നിന്നാണ് പറിച്ചു കളയേണ്ടത്, അവരുടെ കാതുകളിൽ നിന്നല്ല. കാതുകളിൽ നിന്നാണ് പറിച്ചു കളയേണ്ടതെങ്കിൽ ഒച്ച ഉണ്ടാക്കിയാൽ മതി. അവരുടെ കണ്ണുകളിൽ നിന്നാണ് അത് പറിച്ചു കളയേണ്ടതെങ്കിൽ വലിയ പോസ്റ്റർ എഴുതി ചുമരകത്ത് എഴുതി ഒട്ടിച്ചാൽ മതി. അടന്നൊന്നുമല്ലല്ലോ. മനുഷ്യരുടെ മനസ്സിലാണ് ശിർക്കും കുഫറും ഖുറാഫാത്തും അന്ധവിശ്വാസങ്ങളും ഒക്കെ അള്ളിപ്പിടിച്ചിരിക്കുന്നത്. അവിടെയാണ് നമുക്ക് പണിയെടുക്കാനുള്ളത്. ആദർശം ഉൾക്കൊണ്ട ഒരു മനുഷ്യനെ സംബന്ധിച്ച് അയാൾക്ക് ഉഴുതുമറിക്കുവാനുള്ളത് മനുഷ്യന്മാരുടെ മനസ്സിലാണ്. മഹാനായ അമാനി മൗലവി റഹിമഹുല്ലയെ കുറിച്ച് ഇത്തിഹാദ് ശുബ്ബാൽ മുജാഹിദീൻ ഒരു സെമിനാർ നടത്താൻ പോവാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇസ്ലാമിക് ചെയറിൽ വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് 15-ാം തീയതി. അമാനി മൗലവി തന്റെ മക്കൾക്ക് തന്റെ ജീവിത സന്ദേശമായി എഴുതി വെച്ച വസിയത്തിൽ പറയുന്ന ഒരു ഭാഗം വായിക്കാൻ നമുക്കൊക്കെ അവസരം ഉണ്ടായിട്ടുണ്ടാവും. പ്രിയപ്പെട്ട PMA ഗഫൂർ അദ്ദേഹത്തിന്റെ എഴുത്തിൽ അത് മുമ്പ് സൂചിപ്പിച്ചിരുന്നു. അമാനി മൗലവി പറഞ്ഞ അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അതിങ്ങനെയാണ്. അമാനി മൗലവിയുടെ വസിയത്ത് നമ്മൾ മനസ്സിൽ, അദ്ദേഹത്തിന്റെ മക്കൾക്ക് മാത്രമുള്ള വസിയത്തല്ല, നമുക്കൊക്കെയുള്ള വസിയത്താണ്. ഓരോരുത്തർക്കും ചില ദോഷങ്ങളും ഗുണങ്ങളും ഉണ്ടായിരിക്കും. ദോഷത്തിൽ മറ്റുള്ളവർ ഏകാഭിപ്രായക്കാരും ഗുണങ്ങളിൽ ഏകോപിക്കാൻ കഴിയാത്തവരുമായിരിക്കും. ദോഷത്തെ ശ്രദ്ധിച്ച് ഗുണം ഉപയോഗപ്പെടുത്തിയാൽ എല്ലാവർക്കും നന്മ വരും, ഇല്ലെങ്കിൽ കൂടുതൽ തിന്മയും വരും. ഒരാൾക്ക് ഒരാളോട് അധികം സ്നേഹമുണ്ടെങ്കിൽ അയാളെപ്പറ്റി സ്തുതി പറയുന്നതും, ഒരാളോട് വെറുപ്പുണ്ടെങ്കിൽ വെറുക്കപ്പെട്ട കാര്യങ്ങൾ പറയുന്നതും വിശ്വസിക്കരുത്. നമ്മുടെ ആദർശത്തിന്റെ വഴിത്താരയിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ചില പദപ്രയോഗങ്ങളാണ്. അതിൽ സത്യം കുറഞ്ഞിരിക്കും. ആര് പറഞ്ഞുവെന്നും എപ്പോൾ പറഞ്ഞുവെന്നും നോക്കാതെ പറയുന്ന കാര്യം അള്ളാഹുവിനും റസൂലിനും തൃപ്തിപ്പെട്ടതാണെങ്കിൽ മാത്രം സ്വീകരിക്കുന്ന സ്വഭാവം ഉണ്ടാകണം. അമാനി മൗലവി പറയാം. ഇത് അമാനി മൗലവിയുടെ വില്ലാണ്. വില്ലെന്ന് പറഞ്ഞാൽ വസിയത്താണ്. എങ്ങനെ? ആര് പറഞ്ഞുവെന്നും ആളല്ല നോക്കണ്ട. ആര് പറഞ്ഞുവെന്നും എപ്പോൾ പറഞ്ഞുവെന്നും നോക്കാതെ പറയുന്ന കാര്യം അള്ളാഹുവിനും റസൂലിനും തൃപ്തിപ്പെട്ടതാണെങ്കിൽ മാത്രം സ്വീകരിക്കുന്ന സ്വഭാവം ഉണ്ടാകണം. ഉപദേശിക്കുന്നവന്റെ ഉപദേശം സ്വീകരിച്ചില്ലെങ്കിലും അതിനെതിരെ വാക്കോ പ്രവൃത്തിയോ ഉണ്ടാകരുത്. ഒരാളിൽ നിന്ന് ഒരു നല്ല കാര്യം കേട്ടാൽ മുമ്പൊന്നും പറഞ്ഞില്ല എന്ന് കരുതി നിരസിക്കരുത്. ഈ ദുനിയാവിൽ ഒരാളെപ്പോലെ മറ്റൊരാളോ ഒരു ഗുണവുമില്ലാത്തവരോ ഇല്ല. എല്ലാ മനുഷ്യരെ കൊണ്ടൊരു ഗുണമുണ്ടാവും. ഈ ദുനിയാവില് ഒരാളെപ്പോലെ മറ്റൊരാളില്ല. ഒരാളിന്ന് ഉണ്ടാകുന്ന അതേ പ്രവർത്തനം നമ്മൾ വേറൊരാളിന്ന് പ്രതീക്ഷിക്കരുത്. മറ്റേയാൾ പെരുമാറിയതുപോലെ തന്നെ ഇയാളും പെരുമാറണം എന്ന് വിശ്വസിക്കരുത്.
ഞാൻ പെരുമാറുന്നത് പോലെ തന്നെ അയാളും പെരുമാറണമെന്ന് ആഗ്രഹിക്കരുത്. ഈ വൈജാത്യം ഉൾക്കൊള്ളാതിരിക്കരുത്. ഇത് ദീനിലും ദുനിയാവിലും വേണ്ടപ്പെട്ട കാര്യമാണ്. അവസാനം അദ്ദേഹം പറയുന്നത്, ദോഷങ്ങളില്ലാത്തവൻ അള്ളാഹു മാത്രമേ ഉള്ളൂ. ദോഷങ്ങളില്ലാത്തവൻ അള്ളാഹു മാത്രമേ ഉള്ളൂ. തനിക്ക് ദോഷങ്ങളില്ലെന്ന് കരുതുന്നവനോട് അടുക്കരുത്. ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആണ്, എനിക്കൊരു കുഴപ്പമില്ല. ആദർശരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഏതായാലും പറ്റിയ സ്വഭാവമല്ലാതെ എന്ന് അമാനി മൗലവിയുടെ ഈ ഉപദേശം കൂടി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സഹോദരന്മാരെ, ഞാൻ അവസാനിപ്പിക്കണം. ഈമാൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ കരുത്ത്, ഏറ്റവും വലിയ പിൻബലം നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് ആദർശവീതിയിൽ നമ്മൾ ഉറച്ചു നിൽക്കുമ്പോഴാണ്. ഏത് പ്രതിസന്ധിയിലും ആ ഈമാൻ നമുക്ക് തുണയായി വരും. നമ്മുടെ ശരീരം ഒലഞ്ഞു പോയാലും ക്ഷീണിച്ചാലും ശരീരം തകർന്നാലും നമ്മുടെ മനസ്സ് തകരുകയില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം തീക്കുണ്ടാരത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നത് ആ ഈമാന്റെ ശക്തി കൊണ്ടാണ്. ഫറോയും ഫറോവയുടെ എണ്ണിയാലൊടുങ്ങാത്ത സൈന്യവും ഇസ്രായേൽ മക്കളുടെയും മൂസാ നബി അലൈഹി സ്വലാമിന്റെയും പിറകെ ആർത്തലച്ച് തിരമാലകളെ പോലെ വന്നപ്പോൾ മുമ്പിലെ സമുദ്രം ഒരു പ്രതിസന്ധിയായി മൂസാ നബി അലൈഹി സ്വലാമിനും അനുയായികൾക്കും തോന്നാതിരുന്നത് പടച്ചവൻ സഹായിക്കും എന്നുള്ള ആദർശബോധം കൊണ്ട് തന്നെയാണ്. അത് വെറുതെ കിട്ടൂല, അത് വെറുതെ കിട്ടുകയില്ല. പക്ഷേ നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ പരിശോധിച്ചാൽ ഭൗതികമായ കൗതുകങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് ഹൃദയങ്ങളിൽ ഈ ഈമാനിന്റെയും തഖ്വയുടെയും രുചി അറിയാത്ത ആളുകൾ. ലദ്ദത്തുൽ ഈമാൻ എന്നൊരു പ്രയോഗം ഉണ്ടല്ലോ. ലദ്ദത്തുൽ ഈമാൻ എന്ന് പറഞ്ഞാൽ ഈമാനിന്റെ രുചിയാണത്, മധുരമാണ്. ലോകത്ത് ഇത്ര മധുരമുള്ള ഒരു വസ്തു ഇല്ല. ആ മധുരമുള്ള വസ്തു അവരുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട്. പക്ഷേ ഭൗതികമായ കൗതുകങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് കൊണ്ട് ഈമാനിന്റെയും തഖ്വയുടെയും രുചി അറിയാതെ ആളുകൾ ഇങ്ങനെ നടന്നു പോവുകയാണ്. ചിലപ്പോൾ നമ്മളൊന്ന് തട്ടി വിളിച്ചാൽ മതി, അവർക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അവർക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. ശരീരത്തിന്റെ മോഹങ്ങൾ മനസ്സിനെ നിയന്ത്രിക്കുന്ന കാലത്ത് നീ എന്നെ കാക്കണമേ എന്ന ഒരു പ്രാർത്ഥന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പ്രാർത്ഥിച്ചത് അങ്ങനെയാണ്. ശരീരത്തിന്റെ മോഹങ്ങൾ മനസ്സിനെ നിയന്ത്രിക്കുന്ന ഒരു കാലം വരുന്ന ശരീരത്തിനനുസരിച്ച് മനസ്സ് മാറുക. ശരീരം എന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് മനസ്സ് പോവുക. അങ്ങനെ പോകാതിരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിന് നമുക്ക് തളച്ചിടാനുള്ള ഏറ്റവും വലിയ കുറ്റിയാണ് നമ്മുടെ ആദർശം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ആദർശ രംഗെന്ന് പറഞ്ഞാൽ, പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ. സ്വയം വിചാരണയുടെ സന്ദർഭങ്ങൾ പെരുകേണ്ട ജീവിതമാണ് നമ്മുടേത്. നമ്മൾ ആത്മപരിശോധനയ്ക്ക് വിധേയരാകേണ്ടവരാണ്. ആരെക്കാളും അധികം സ്വന്തം ജീവിതത്തെ വിലയിരുത്താൻ ഒരു പ്രബോധകൻ, ഒരു ഇസ്ലാഹി പ്രവർത്തകൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അയാള് സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളാണ്, മറ്റുള്ളവരെ നന്മയിലേക്ക് ക്ഷണിക്കുവാൻ പരിശ്രമിക്കുന്ന ആളാണ്, മറ്റുള്ളവർക്ക് നന്മ പറഞ്ഞു കൊടുക്കുന്ന ആളാണ്. അതിനിടയിൽ ഒരു സ്വയം വിചാരണ എപ്പോഴും അയാൾ നടത്തേണ്ടതുണ്ട് എന്നാണ്. എപ്പോഴും സ്വയം പുകഴ്ത്തുന്നതിനെയും മറ്റുള്ളവരെ അമിതമായി പുകഴ്ത്തുന്നതിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം. സ്വയം പുകഴ്ത്തി പറയാ, സ്വന്തത്തെക്കുറിച്ച് അമിതമായ ആത്മവിശ്വാസവും അമിതമായ ആവേശവും കാണിക്കുക. സഹോദരന്മാർ, അവസാനമായി പറയാനുള്ള ഒരു കാര്യം, ഇങ്ങനെ ഈമാനികമായ ആവേശത്തോടുകൂടി സ്വയം വിചാരണക്ക് വിധേയനായിക്കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്നെ കൊണ്ട് കഴിയുന്ന സേവനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ചുരുങ്ങിയ ഒരു കാലഘട്ടം അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കാവുന്ന പ്രവർത്തനങ്ങളുമായി ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്ന ആളുകൾക്ക് നിലയുറപ്പിക്കാനുള്ള തട്ടകമാണ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ. അത് വഴക്കിന്റെയും വാശിയുടെയും വക്കാണത്തിന്റെയും ഉള്ള കർമ്മങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഒരു മേഖലയുടെയും പേരായി മാറാൻ പാടില്ല. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. സാധാരണക്കാരായ ആളുകൾ ഉണ്ടാകും, വിദ്യാസമ്പന്നരായ ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ,
കുട്ടികളും സ്ത്രീകളും മുതിർന്നവരും കച്ചവടക്കാരും തൊഴിലാളികളും അധ്യാപകരും ഉദ്യോഗസ്ഥരും പണ്ഡിതന്മാരും സംഘാടകരും സാധാരണ മെമ്പർമാരും ഇതെല്ലാം കൂടി എങ്ങനെ ഒന്നാവുക? നോക്കൂ നിങ്ങൾ, എത്ര വലിയ വൈജാത്യാണ് ഒരു ആദർശ പ്രസ്ഥാനത്തിനകത്തുള്ളത്. വളരെ കരുതലോടുകൂടി നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ഗണത്തിൽപ്പെടുന്ന ഇതിനപ്പുറവുമുള്ള വൈജാത്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആദർശ പ്രസ്ഥാനത്തിനകത്ത് നമ്മൾ ഒരിക്കലും ഞാൻ ചിന്തിക്കുന്ന മാത്രമാണ് ശരി, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് പോലെ എല്ലാവരും ചിന്തിക്കണം എന്നത് ഒരു പ്രസക്തിയില്ലല്ലോ. ഒരു മതില് നമ്മൾ കെട്ടിയുണ്ടാക്കുമ്പോ ആ മതിലിന്മേൽ നമ്മൾ വെക്കുക പല വലുപ്പത്തിലുള്ള കല്ലുകളാണ്, നീക്കിയും ചെരിച്ചൊക്കെ വെക്കും. ആ മതിലിന് ഭംഗി കൂട്ടണമെങ്കിൽ കല്ലുകളെ പല ഷേപ്പിൽ ചെത്തിയുണ്ടാക്കുക ചെയ്യാം. നല്ല മുഴുത്ത കല്ലുകൾ മാത്രം പെറുക്കി വെച്ചാല് മതിലിന് സൗന്ദര്യം ഉണ്ടാവുകയില്ല. നമ്മുടെ വീട്ടിന്റെ കോമ്പൗണ്ട് വാളിലൊക്കെ വളരെ മനോഹരമായി പണിത മതിലുകൾ ശ്രദ്ധിച്ചു നോക്കൂ. ആ മതിലുകളിലെ കല്ലുകൾ പല ആകൃതിയിലും പല രൂപത്തിലും പല വലുപ്പത്തിലും ചെത്തിപ്പടുത്ത് പണിത് വരുമ്പോഴാണ് അതിന് സൗന്ദര്യം കൂടുക. അതാണ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ. ചിന്തകൾ വ്യത്യസ്തമാണ്, സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്, പ്രവർത്തന രീതികൾ വ്യത്യസ്തമാണ്. പലർക്കും ഉത്സാഹത്തിന്റെ തോതിൽ മാറ്റമുണ്ടാകും, കഴിവുകൾ വ്യത്യസ്തമായിരിക്കും. ആ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്നെ അവിടെ സംശയങ്ങൾക്ക് സ്ഥാനമില്ല. സംശയം എന്ന് പറഞ്ഞാൽ നമ്മളെ ഊഹമാണ്. ഒരാളെ കുറിച്ച് നമ്മളിങ്ങനെ ആലോചിക്കണം, അങ്ങനെ ആയിക്കൂടെ, എന്താ അങ്ങനെ ആവാന്? ഊഹങ്ങളും സംശയങ്ങളും. ആയിഷ റളിയല്ലാഹു അൻഹ രാത്രി എഴുന്നേറ്റ് നോക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനില്ല. അപ്പൊ എന്താ ആയിഷ റളിയല്ലാഹു അൻഹ ഉമ്മഹാത്തുൽ മുഅ്മിനീന, സംശയം ഉണ്ടായി. നോക്കൂ നിങ്ങൾ, ഒരു സംശയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംശയം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ അറിയാതെ മറ്റേതെങ്കിലും ഭാര്യമാരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാകും എന്നാണ് ആദ്യം എത്തുന്ന നിഗമനം. അങ്ങനെ എഴുന്നേറ്റ് അല്പം മനസ്സിൽ സ്ത്രീ സഹജമായ ഒരു വിമ്മിഷ്ടത്തോടുകൂടി പാതിരാവിൽ എഴുന്നേറ്റ് പുറത്തു വരുന്ന ആയിഷ റളിയല്ലാഹു അൻഹ കാണുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ചയായിരുന്നല്ലോ. സത്യം സത്യം തികച്ചും മറ്റൊന്നാണ്. സത്യം തികച്ചും മറ്റൊന്നാണ്. അവിടെ എന്താ കാണുന്നത്? ബഖീഇൽ പോയി പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ നിലാവെളിച്ചത്തിൽ പരലോകത്തെ കുറിച്ച് ഓർത്തുകൊണ്ട് അള്ളാഹുവുമായി മനസ്സിനെ ബന്ധിച്ച് ഇരിക്കുന്ന രംഗാണ് ആയിഷ റളിയല്ലാഹു അൻഹ കാണുന്നത്. കണ്ണുകൾ നിറഞ്ഞില്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാപ്പ് ചോദിച്ചില്ലേ? ആലിംഗനം ചെയ്തില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരലോകത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഓർമ്മപ്പെടുത്തിയാണ് അധ്യായം അവസാനിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ആയിഷ റളിയല്ലാഹു അൻഹ വിചാരിച്ച സംഭവം പോലുമല്ല അവിടെ സംഭവിച്ചത്. ഇങ്ങനെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ ജീവിതത്തിൽ പോലും ഇങ്ങനെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ വിചാരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ ശരിയാവണം? നമ്മൾ പലപ്പോഴും ഊഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഹദീസുൽ ഇഫ്ക് എന്ന് പറയുന്നത് ചരിത്രത്തിലെ വലിയ കോളിളക്കമുണ്ടായ ഒരു സംഭവമാണ്. ആയിഷ റളിയല്ലാഹു അൻഹയെ പറ്റി തന്നെ ഉണ്ടായ അപവാദ പ്രചരണം. എത്ര ആയത്ത് ഖുർആനിൽ ഇറങ്ങിയാ നോക്കൂ നിങ്ങൾ, എത്ര ആയത്ത്. ഒരു ഊഹം പടച്ചുവിടുന്ന മാരകമായ വിപത്തുക്കൾ ഇസ്ലാമിക സമൂഹത്തെ എത്രമേൽ ബാധിക്കുകയും അഷ്റഫുൽ ഖൽഖായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും എത്രമേൽ ഉലക്കുകയും ചെയ്തു, പിടിച്ചു കുലുക്കുകയും ചെയ്തു. ഖുർആൻ അത് ഒരുപാട് ആയത്തുകൾ ആ വിഷയത്തിൽ ഇറങ്ങി. ഞാൻ ആ ഭാഗത്തേക്ക് പ്രവേശിക്കുകയല്ല. പക്ഷെ അതിൽ നമുക്കുള്ള ഒരു ഉപദേശമുണ്ട്. ലൗലാ ഇദ് സമിഅ്തുമൂഹു ളന്നൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽമുഅ്മിനാത്തു ബിഅൻഫുസിഹിം വഖാലൂ ഹാദാ സിഹ്റും മുബീൻ. എന്തുകൊണ്ട് പറഞ്ഞില്ല? സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളുമായ പുരുഷന്മാരും സ്ത്രീകളും അള്ളാഹുവിന്റെ പ്രവാചകന്റെ പത്നിയെ കുറിച്ച് ഇങ്ങനെ ഒരു ആരോപണം കേട്ടപ്പോൾ എന്തുകൊണ്ട് അവർ നല്ലത് വിചാരിച്ചില്ല? എന്തുകൊണ്ട് ഇത് വ്യക്തമായ ഒരു നുണയാകുന്നു, കളവാകുന്നു, വ്യാജമാകുന്നു എന്ന് പറയുവാൻ നിങ്ങൾക്ക് സാധിച്ചില്ല മുസ്ലിങ്ങളെ എന്ന് ഖുർആൻ ചോദിക്കണം. ഈ ചോദ്യം ഒരു സമൂഹമായി ലോകാവസാനം വരെ ജീവിക്കുന്ന മുസ്ലിം സമൂഹത്തോടുള്ള ചോദ്യമാണ്. ഈ ചോദ്യം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് നിങ്ങൾ കഴിയുന്നില്ല? കഴിയണം. അപവാദങ്ങൾ കേൾക്കുമ്പോൾ അത് പ്രചരിപ്പിക്കുന്നതിന് പകരം മാന്യമായി അന്വേഷിക്കാം. പോരായ്മകൾ ഉണ്ടാകും, കുഴപ്പങ്ങൾ ഉണ്ടാകും, മനുഷ്യന്മാർക്ക് മാന്യമായി അന്വേഷിക്കാം. പക്ഷേ
എന്തുകൊണ്ട് പറഞ്ഞില്ല? ഖാലു ഹാദാ സിഹ്റുൻ മുബീൻ, അതായിരുന്നു നിങ്ങൾ പറയേണ്ടതാണ്. ഇത് വ്യാജമാണ്, ഇതൊരു തോന്നൽ മാത്രമാകുന്നു, കളവാകുന്നു, നുണയാകുന്നു. എന്തുകൊണ്ട് ചെയ്തില്ല? 2005 കോഴിക്കോട് ISM നടത്തിയ ഇസ്ലാമിക് സെമിനാറിൽ പങ്കെടുക്കാൻ അന്ന് വഹീദുദ്ദീൻ ഖാൻ കോഴിക്കോട് വന്നിരുന്നു. നമ്മുടെ ഈ സമ്മേളനത്തിന് വരുന്നതിന് മുമ്പ് അന്നാണ് വന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിന്റെ പ്രഭാഷണം അന്ന് പരിഭാഷപ്പെടുത്തുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ മർക്കസിൽ ഇരിക്കുമ്പോൾ ചോദിച്ചു, നിങ്ങൾ സംസാരിക്കാൻ പോകുന്നതിന്റെ ഒരു ജിസ്റ്റ്, വിഷയത്തിന്റെ ഒരു സൂചന, കാരണം അദ്ദേഹം വളരെ പതിഞ്ഞ സ്ഥലത്തിൽ സംസാരിക്കുന്ന ആളാണ്. അപ്പൊ വിഷയത്തിന്റെ ഒരു സൂചന കിട്ടിയാൽ നമുക്കത് പരിഭാഷപ്പെടുത്താൻ സുഖം ഉണ്ടായിരിക്കും. ഒരു ജിസ്റ്റേ പറയേണ്ടതുള്ളൂ, പിന്നെ വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ അല്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞത് വളരെ പ്രസിദ്ധമായ ഒരു ഇംഗ്ലീഷ് കൊട്ടേഷന്റെ ആശയമാണ്, യു ക്യാൻ കംപ്ലൈൻ ബിക്കോസ് റോസസ് ഹാവ് തോൺസ്. ഒരു റോസാ ചെടിയെ നോക്കിയിട്ട് നിങ്ങൾക്ക് പരാതിപ്പെടാം, എന്ത്? റോസാ ചെടിയിൽ നിറയെ മുള്ളുകളാണ് എന്ന് പരാതിപ്പെടാം. ഓർ യു ക്യാൻ റിജോയ്സ് ബിക്കോസ് തോൺസ് ഹാവ് റോസസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി പറയാം, ആ മുൾച്ചെടിയിൽ നിറയെ റോസാ പുഷ്പങ്ങളാകുന്നു എന്നും പറയാം. രണ്ടാണ്. പരാതി പറയുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരാൾക്ക് എപ്പോഴും കാണാൻ സാധിക്കൽ എന്താ? റോസാപ്പൂവിന്റെ സൗന്ദര്യം കാണാതെ ആ റോസാ ചെടിയിലെ മുള്ളുകളെയാണ് അയാൾ കാണാനുള്ളത്. മറിച്ച് സൗന്ദര്യത്തെയും അതേപോലെ തന്നെ സ്നേഹത്തെയും മുഖവിലക്കെടുക്കുന്ന, പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരാൾ ആ മുള്ളുകൾ കാണുകയില്ല. ഈ മുൾച്ചെടിയിൽ നിറയെ റോസാ പുഷ്പങ്ങളാണല്ലോ എന്ന് പറയുവാൻ അയാൾക്ക് സാധിക്കും. ഈ ഒരു ആശയമാണ് അന്ന് വഹീദുദ്ദീൻ ഖാൻ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന്റെ രത്നചുരുക്കമായിട്ട് പറഞ്ഞത്. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കണം. നമുക്ക് ചിരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സമീപിക്കുവാൻ സാധിക്കും, കരഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സമീപിക്കുവാൻ സാധിക്കും. കീപ് യുവർ ഫേസ് ഓൾവേസ് ടുവേർഡ്സ് ദ സൺഷൈൻ എന്ന് ഇംഗ്ലീഷിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്. ആൻഡ് ഷാഡോ വിൽ ഫാൾ ബിഹൈൻഡ് യു. നിങ്ങളെപ്പോഴും സൂര്യന് അഭിമുഖമായി ചിരിച്ചു നിൽക്കുക, എങ്കിൽ നേൽ എപ്പോഴും നിങ്ങളുടെ പിറകിലായിരിക്കും. വെളിച്ചത്തിന്റെ കൂടെ നിൽക്കേണ്ട ആളാണ് ആദർശവീതിയിൽ പ്രവർത്തിക്കുന്ന. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല, മറ്റുള്ളവരുടെ കയ്യടി വാങ്ങുവാൻ വേണ്ടിയല്ല, മറ്റുള്ളവരുടെ എന്തെങ്കിലും ഔദാര്യങ്ങൾ കൈപ്പറ്റുന്നതിന് വേണ്ടിയല്ല. നമ്മൾ അള്ളാഹുവിന്റെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ഈ ആദർശ രംഗത്ത് നിൽക്കുന്നത് എന്ന ബോധം നമുക്കുണ്ട്. ആ രംഗത്ത് വൈജാത്യങ്ങൾ തിരിച്ചറിയുവാൻ, വിവിധങ്ങളായ സ്വഭാവവും രീതിയുമുള്ള ആളുകളെ ഉൾക്കൊള്ളുവാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. അതിനനുസരിച്ചുള്ള മാന്യമായ ഒരു പ്രവർത്തന ശൈലി നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതിലുപരി അള്ളാഹു നമുക്ക് നൽകിയ ഈ അവസരം ഈ ആദർശത്തിന് വേണ്ടി വിനിയോഗിക്കുവാൻ നമ്മുടെ ചുറ്റുപാടുകളിൽ പലതും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ കഷ്ണിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഒരു ആദർശ കൂട്ടായ്മയിലെ അംഗങ്ങൾ എന്ന നിലയിൽ നമുക്ക് ആ രൂപത്തിലുള്ള ഒരു അധോഗതി ഉണ്ടായിട്ടില്ല. പറഞ്ഞിടത്ത് ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നത് അള്ളാന്റെ വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് എല്ലാ പോരായ്മകൾക്കുമപ്പുറം, പോരായ്മകളെ നമ്മൾ തിരുത്തേണ്ടത് തന്നെയാണ്, എല്ലാ പോരായ്മകൾക്കുമപ്പുറം ആദർശത്തിന്റെ മഹത്വം മനസ്സിലാക്കി സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും പരസ്പര ബഹുമാനത്തോടും കൂടി ഇതൊക്കെ നമ്മൾ പ്രവർത്തിക്കുന്നത് അള്ളാഹുവിന്റെ മുമ്പിൽ, പടച്ചതമ്പുരാന്റെ മുമ്പിൽ സമർപ്പിക്കുവാൻ നാളെ എനിക്കെന്തെങ്കിലും വേണം. നാട്ടിലൊക്കെ സംഘടനാ പ്രവർത്തനം വളരെ സജീവമാണ്. KNM-ന്റെ പുതിയ സംസ്ഥാന കമ്മിറ്റി വന്നു, ജില്ലാ കമ്മിറ്റികൾ വന്നു, സംസ്ഥാന കമ്മിറ്റികൾ വന്നു. കീഴ്ഘടകങ്ങളിൽ പ്രത്യേകിച്ച് ഇപ്പോ പരീക്ഷയ്ക്ക് മുമ്പുണ്ടായിരുന്ന കാലഘട്ടം, അപ്പൊ പരീക്ഷാ കാലഘട്ടമാകുമ്പോൾ ഒന്ന് മങ്ങും. പക്ഷെ അതിനു മുമ്പ് കഴിഞ്ഞ 2-3 മാസക്കാലം നമ്മുടെ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കൊണ്ട് ദഅവാരംഗം വളരെ സജീവമായിരുന്നു. പ്രഭാഷകരെ കിട്ടാണ്ടായിരുന്നില്ല. ഇൻഷാ അല്ലാഹ് മാർച്ച് അവസാനത്തിൽ കോഴിക്കോട് കടപ്പുറത്ത് ഒരു സംസ്ഥാന സംഗമത്തിന്റെ പ്രതീതി ജനിപ്പിക്കുന്ന ഇൻഷാ അല്ലാഹ് ആ ക്യാമ്പയിന്റെ സമാപനം നടക്കാൻ പോവാം. അന്ധവിശ്വാസങ്ങൾക്കും സാമൂഹ്യ തിന്മകൾക്കുമെതിരെ ജനകീയ ജാഗരണം എന്ന ആദർശ രംഗത്ത് നാം മുമ്പോട്ട് വെച്ച ആ ഒരു പ്രമേയം കേരളീയ സമൂഹം ഏറ്റെടുത്തു കഴിഞ്ഞുള്ളതാണ്. നമ്മുടെ സമൂഹത്തിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്
ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്, പ്രോത്സാഹനജനകമായ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട്, അവരുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട്, മാധ്യമങ്ങൾ ആവശ്യത്തിലധികമുള്ള പരിഗണന നൽകിക്കൊണ്ട് ഏറ്റെടുത്തത്. നമ്മൾ ഇറങ്ങിയാൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. ഒറ്റ മനസ്സോടുകൂടി, തളരാതെ, തകരാതെ, ദുർബലരാകാതെ, മനസ്സിൽ യാതൊരു സങ്കോചവുമില്ലാതെ പ്രാർത്ഥനയുമായി മുന്നേറേണ്ട സമയമാണ്. അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നല്ലൊരു നേതൃത്വം നമുക്കുണ്ട്, കൃത്യമായ ആദർശമുണ്ട്. ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ തണലിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് വലിയൊരു കാര്യമാണ്. ഇന്നിപ്പോ എന്തൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്ത ആളുകളാണ് നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ. എന്നിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി മനുഷ്യർക്ക് ഒരു ഗുണവുമില്ലാത്ത കുറെ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വിഷയങ്ങൾ എത്ര ചർച്ച ചെയ്യുന്നുവോ അത്രയും ജനങ്ങൾക്കുണ്ടായിരുന്ന തൗഹീദും തവക്കുലും ഈമാനുമൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നിർഭയത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അങ്ങനെ ഒരു പടുകുഴിയിൽ ആപതിച്ചു പോയിട്ടില്ല. അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. സഹോദരന്മാരെ, ഇൻഷാ അള്ളാഹ് നമ്മുടെ ക്ലാസ് റൂമിൽ ആദർശബന്ധിതമായ ചർച്ചകളിൽ, ആദർശബന്ധിതമായ പ്രവർത്തനങ്ങളിൽ നമ്മുടെ സഹകരണം ഉണ്ടാകണം. ഇതിന്റെ കേൾവിക്കാരും സംഘാടകരുമായി നമ്മൾ കഴിയുന്ന ആളുകളൊക്കെ പരമാവധി ഇതിലേക്ക് ക്ഷണിക്കണം. കൂടുതൽ സംഘടനാ പ്രവർത്തകരുടെ സാന്നിധ്യം ഉണ്ടാവണം. നിരന്തരമായി ബൈലക്സ് ക്ലാസ് റൂമിലൊക്കെ നിരന്തരമായി സേവനം അനുഷ്ഠിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. അള്ളാഹു അവർക്ക് എല്ലാവർക്കും തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ പ്ലേ ചെയ്യുന്ന ഒരു CD, നമ്മൾ കേൾപ്പിക്കുന്ന ഒരു പ്രഭാഷണം, നമ്മൾ ലീഡ് ചെയ്യുന്ന ഒരു ചർച്ച, അത് ക്ലാസ് റൂമിന്റെ നിലനിൽപ്പ് എന്നതിൽ മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. ക്ലാസ് റൂം ഒരു പ്രബോധന മീഡിയം എന്ന നിലയിൽ നിലനിൽക്കണം. അതിനപ്പുറം അതിനൊക്കെ അള്ളാഹു നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ പ്രതിഫലം കാത്തുവെച്ചിട്ടുണ്ട് എന്ന് സന്തോഷിക്കാം, ന്യായമായും സന്തോഷിക്കാം. ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, വേദികളിൽ പ്രസംഗിക്കുന്ന ആളുകളുണ്ട്, എഴുത്തുകാരുണ്ട്, ചിന്തകൾ ആദർശ പ്രസ്ഥാനത്തിന് സമ്മാനിക്കുന്ന ആളുകളുണ്ട്. മൗനികളായി മാത്രം ഈ പ്രസ്ഥാനത്തോട് ഓരം ചേർന്ന് നടക്കുന്ന ആളുകളുണ്ട്. അവർക്ക് അത്ര സേവനം ചെയ്യാൻ കഴിയുള്ളൂ. ഇതേപോലെയുള്ള ദഅവാ സംരംഭങ്ങൾ സജീവമായി ഓരോരുത്തർ ഓരോ ഡ്യൂട്ടി നിർവഹിക്കണം. ആരുടെയും ഡ്യൂട്ടി മോശമല്ല സഹോദരന്മാർ. എല്ലാവരും അവരവരുടെ സമയത്തിനനുസരിച്ച് ആ സേവനങ്ങൾ തുറന്നു പോകണം. എല്ലാവരെയും എല്ലായിടത്തും കാണണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കരുത്. അതോടൊപ്പം തന്നെ എന്നെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ പറ്റുന്ന ഇടങ്ങളിലൊക്കെ ഞാനും ഉണ്ടാകണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുകയും ചെയ്യണം. അതാണ് ഈ രംഗത്തൊക്കെ നമുക്ക് ഉണ്ടാകേണ്ടുന്ന ഒരു മിതമായ നിലപാട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആദർശ വീഥിയിൽ ഈമാനോടും കരുത്തോടും കൂടി ഉറച്ചു നിൽക്കുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ എല്ലാ സജ്ജനങ്ങളെയും നമ്മയും അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ശാരീരികമായി പ്രയാസപ്പെടുന്ന ആളുകൾക്കും സാമ്പത്തികമായി വിഷമിക്കുന്ന ആളുകൾക്കും അല്ലാഹുവേ നീ ആശ്വാസം നൽകണമേ. ഞങ്ങളുടെ പണ്ഡിതന്മാർക്കും നേതാക്കന്മാർക്കും ഈ ആദർശ പ്രസ്ഥാനത്തിനും നിന്റെ അകമഴിഞ്ഞ സഹായവും നിന്റെ കാരുണ്യവും വർഷിച്ച് ഈ ബാന്ധാവിൽ ഉറച്ചു നിൽക്കുവാനും കരുത്തോടുകൂടി മുന്നേറുവാനും അല്ലാഹുവേ നീ ഞങ്ങളെ സഹായിക്കണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. صلى الله وسلم على نبينا محمد. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വർഷിപ്പിക്കട്ടെ. ആമീൻ. നമ്മുടെ പ്രിയങ്കരനായ ജനാബ് MT മനാഫ് മാസ്റ്റർ ഇവിടെ നിർവഹിച്ച ആദർശ വീതി എന്നുള്ള തലക്കെട്ടിൽ നടത്തിയിട്ടുള്ള ഈ ക്ലാസ്, ഈ പ്രഭാഷണം ഓരോ മുസൽമാനും കൃത്യമായി മനസ്സിലാക്കുകയും അറിയുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതാണ്. മുസൽമാൻ എന്ന് പറയുമ്പോൾ വിശിഷ്യ ഓരോ മുജാഹിദ് പ്രവർത്തകനും എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുകയും എപ്പോഴും
ഓർത്തിരിക്കുകയും ചെയ്യേണ്ടുന്ന വളരെ കനപ്പെട്ട വിലപ്പെട്ട തങ്ക സമാനമായിട്ടുള്ള സാരവത്തായ ഉപദേശങ്ങളാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. പ്രിയമുള്ള സഹോദരങ്ങളെ, എപ്പോഴും ആഖിറത്തിനെ ഓർത്തുകൊണ്ട് വളരെ നിസ്വാർത്ഥമായ, നിഷ്കളങ്കമായ, ആത്മാർത്ഥത തിങ്ങി നിൽക്കുന്ന, ഇഖ്ലാസോട് കൂടിയിട്ടുള്ള ഒരു ജീവിതമായിരിക്കണം ഓരോ സംഘടനാ പ്രവർത്തകനും, ഓരോ മുജാഹിദ് പ്രവർത്തകനും ഇപ്പോഴും കൊണ്ടുനടക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് പ്രചരണ മാർഗത്തിൽ, ശിർക്കിനെ വിഭാടനം ചെയ്യുന്ന മാർഗത്തിൽ, അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സാമൂഹ്യ തിന്മകളും അതിനെതിരെ ബോധവൽക്കരണം നടത്തുന്ന മാർഗത്തിൽ മാതൃകാപരമായിക്കൊണ്ട്, നിസ്വാർത്ഥമായിക്കൊണ്ട്, വളരെ വിനയത്തോടുകൂടെ, അഹങ്കാരം തൊട്ടുതീണ്ടാതെ വളരെ യുക്തിഭദ്രമായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അത്തരം ഒരു മാതൃകാതുല്യമായിട്ടുള്ള പ്രവർത്തകന്മാരായി തീരാൻ വേണ്ടിയാണ് ഇത്തരം പ്രഭാഷണങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഞാൻ ഈ സന്ദർഭത്തിൽ വളരെ സന്തോഷിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ നല്ലൊരു ഉപദേശമായിരുന്നു ഇന്നത്തെ പ്രഭാഷണത്തിൽ ഉണ്ടായിരുന്നത്. നമ്മുടെ ക്ലാസ് റൂം ഇത്രയും ആളുകളെ കൂട്ടി ഇങ്ങനെയുള്ള ഒരു പരിപാടി നമ്മൾ സംഘടിപ്പിച്ചതിൽ അൽഹംദുലില്ലാഹ്, റബ്ബിന് സ്തുതി. തീർച്ചയായും സഹോദരങ്ങളെ, ഇനി എല്ലാ ആഴ്ചയും, എല്ലാ ബുധനാഴ്ചയും സൗദി സമയം 9:15 മുതൽ 10:15 വരെ ഉള്ള സമയത്ത് ജനാബ് MTയുടെ ഇതുപോലെയുള്ള പല ഉപദേശങ്ങളും കാര്യങ്ങളും ഉണ്ടാകും എന്നുകൂടി ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ, സാമൂഹ്യ തിന്മകൾക്കുമെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് സംഘടന എന്നുള്ളതിന് ഒരു സംഘടനയല്ല, പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു പ്രവർത്തനമല്ല, മറിച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾ ജനാബ് മരണപ്പെട്ടുപോയ മുഹമ്മദ് അമാനി മൗലവി എഴുതിയിട്ടുള്ള വസിയത്തിനെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. വളരെ നിസ്വാർത്ഥമായ, വളരെ മാതൃകാതുല്യമായിട്ടുള്ള ആ ഒരു ജീവിത ശൈലിയായിരിക്കണം ഓരോ സംഘടനാ പ്രവർത്തകനും അവന്റെ, പ്രത്യേകിച്ച് ദഅവത്തി രംഗത്തും അവന്റെ എല്ലാവിധ ഇടപാടുകളിലും ജീവിത രംഗത്തുമൊക്കെ അവന് പാലിക്കേണ്ടത്. ഈ സന്ദർഭത്തിൽ അറിയിക്കാനുള്ള ഒരു സന്തോഷ വാർത്ത, മാർച്ച് 15 പ്രിയമുള്ളവരെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇസ്ലാമിക് ചെയറും ഇത്തിഹാദ് ശുബ്ബാനിൽ മുജാഹിദീൻ സംസ്ഥാന കമ്മിറ്റിയുടെ കീഴിലുള്ള അക്കാദമിക് ഫോർ ഇസ്ലാമിക് റിസർച്ച് ആൻഡ് സ്റ്റഡീസ് എന്ന് പറയുന്ന സംവിധാനത്തോടും ചേർന്നുകൊണ്ട് നടത്തുന്ന മുഹമ്മദ് അമാനി മൗലവി ഒരു വിസ്മയം എന്നുള്ള സെമിനാറിന്റെ തത്സമയ സംപ്രേഷണം നമ്മുടെ ക്ലാസ് റൂമിൽ ഉണ്ടാകും. അതിനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും ജനാബ് അബ്ദുറസാഖ് പെരിങ്ങോട് മലയാളി, അതുപോലെ ജനാബ് MM വേങ്ങര, ജനാബ് മൻസൂർ അലി ചമ്മാട്, ജനാബ് അലി എടത്തനാട്ടുകര തുടങ്ങിയിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കൾ ഏറ്റെടുത്തിട്ടുണ്ട്. ആ പരിപാടിയും നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ മഹത്തായ പരിപാടി അല്ലാഹു തആല നന്മയുടെ തുലാസിൽ ഘനം തോന്നുന്ന ഒരു അമലായി സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് നന്ദി പറയാൻ വേണ്ടിയിട്ട്, ഇവിടെ MT പറഞ്ഞു ഇങ്ങനൊരു ഔദ്യോഗികതയുടെ ആവശ്യമൊന്നുമില്ല. സത്യത്തില് നമ്മളാരും ഇങ്ങനെ ഒരു ജഡാലിറ്റി ഒരിക്കലും ആഗ്രഹിക്കുന്ന ആളുകളല്ല. പക്ഷേ ജനാബ് MT മനാഫ് മാസ്റ്റർ സൗദി ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ നാഷണൽ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം നിരവധി വർഷങ്ങളായിട്ട് ഗൾഫിലെ ഇസ്ലാഹി പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ അടുത്ത് അദ്ദേഹം നാട്ടിൽ പോയി മലപ്പുറം ജില്ലാ വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. ഏതായിരുന്നാലും ഈ പശ്ചാത്തലത്തിൽ നാട്ടില് അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ, നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നിരന്തരം ധാരാളമായിട്ട് പഠന ക്യാമ്പുകളും പൊതുപ്രഭാഷണങ്ങളും അതുപോലെ വനിതാ സമ്മേളനങ്ങളും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സംഘടനാ പ്രവർത്തനങ്ങൾ, പ്രവർത്തകന്മാർക്കുള്ള മീറ്റുകൾ, വിദ്യാർത്ഥികൾക്കുള്ള സംഗമങ്ങൾ, പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രഭാഷണങ്ങൾ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ വൈവിധ്യമാർന്നിട്ടുള്ള പരിപാടികൾ, ഇതിന്റെയൊക്കെ വെളിച്ചത്തിൽ നിന്ന് പ്രവർത്തകന്മാരുടെ മനസ്സിനെ മനസ്സിലാക്കിക്കൊണ്ട് വളരെ ഒരു നല്ല വിശകലനവും അതുപോലെ തന്നെ ഉപദേശവുമായിരുന്നു ഇവിടെ MT നടത്തിയത്. അപ്പൊ ആ ഒരു നീണ്ട ഇടവേളക്ക് ശേഷം ക്ലാസ്സിൽ വരിക എന്നുള്ളത് കൊണ്ട് ആണ് നമ്മൾ സത്യത്തില് ഒരു സ്വാഗതവും നന്ദിയൊക്കെ ഏർപ്പെടുത്തുന്നത്. ഏതായിരുന്നാലും നന്ദി പറയാൻ വേണ്ടിയിട്ട് ജനാബ് അതാഉല്ലാ സാഹിബിനെ മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന്റെ നന്ദിക്ക് ശേഷം സഹോദരങ്ങളെ,
നമുക്ക് ചർച്ചയായിട്ട് മുന്നോട്ട് പോകാം. ജനാബ് ഷഫീഖ് അസ്ലം മൗലവി ക്ലാസ് റൂമിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നന്ദി പ്രകടനത്തിന് ശേഷം അദ്ദേഹം ഒരു 10 മിനിറ്റ് കൂടെ ഈ എം ടി പറഞ്ഞ കാര്യങ്ങൾക്ക് അടിവരയിട്ടുകൊണ്ട് സംസാരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും.